ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ തേജു ഉണ്ട് കേട്ടോ ഒന്ന് കൂടെ. അപ്പോൾ തേജു കണ്ടോ നല്ല ഉറക്കാണ് കേട്ടോ. തേജു ഡെലിവറി കഴിഞ്ഞിട്ട് തേജു തോന്നുന്നു കേട്ടോ. ആദർശിനെയൊക്കെ ടെൻഷൻ തേജുവിനെ തോന്നുന്നു. കാരണം ഡെലിവറി കഴിഞ്ഞ് ഓക്കെ അതിന് ശേഷമാണ് നമ്മുടെ തേജു ഇങ്ങനെ കിടന്നുറങ്ങണത് കാണണത്. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ കേട്ടോ, കഴിഞ്ഞ ശനിയാഴ്ചത്തെ വീഡിയോയാണ്. ഭയങ്കര ലാഗായിട്ടാട്ടോ വീഡിയോ ഇട്ടേക്കണത് തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ണീനെ അതേ റൂമിലൊക്കെ കൊടുന്ന് ആര്യനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്നെ ഇതേ അവിടെ എടുത്തിട്ടുണ്ട്. ആര്യനെ അമ്മ ബാത്റൂമിൽ ഇത് മേലൊക്കെ തുടച്ച് അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുത്തിയൊക്കെ തോന്നുന്നു. അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് എടുത്ത് റെഡിയാക്കിയിട്ട് ഇത് അവളാനും ഇവിടെ കൊടുന്ന് കിടത്തിയിട്ടുണ്ട് കേട്ടോ. അവളാണെങ്കിൽ ഈ ഒരു സോഫയിലൊക്കെ എടുക്കുള്ളൂ. അതിൽ കിടക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് എനിക്കാനൊക്കെ എളുപ്പമാണെന്നും പറഞ്ഞിട്ട് ആട്ടോ കിടക്കണത്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുളി എന്ന് പറയുമ്പോൾ ഞാൻ തല നനച്ചിട്ടില്ല. ഒന്നാമത് ഹോസ്പിറ്റലിൽ നിന്ന് കുളിച്ചാൽ എനിക്ക് തലയ്ക്ക് അത് അങ്ങോട്ട് പിടിക്കില്ല കേട്ടോ. കാരണം മുടി കൊഴിച്ചിൽ പിന്നെ ചിലപ്പോൾ വയ്യാത്ത കേടുകളൊക്കെ വരും. അതുകൊണ്ട് ഞാൻ മേല് മാത്രമായിട്ട് ഇവിടെ നിന്ന് കഴുകിയിട്ടുള്ളൂ. തല പിന്നെ വീട്ടിൽ പോയിട്ടേ കുളിക്കുള്ളൂ. എനിക്ക് ഭയങ്കര പ്രശ്നമാണ് പുറത്തുനിന്ന് കേട്ടോ ഇങ്ങനെ തല നനച്ച് കുളിക്കുമ്പോൾ. അപ്പോൾ അഞ്ജുവിന് ഇതേ രാവിലെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ചയാണ്, ഞാൻ ആദ്യം ഇത് ഞായറാഴ്ചയാണെന്നായിട്ട് വിചാരിച്ചത്. അപ്പോൾ വിഷ്ണുവായിട്ട് ഇതേ അഞ്ജുവിനെയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് ഇതേ ചായ കുടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആദർശ് ഇതേ ഞങ്ങൾക്ക് വെള്ളയപ്പം ആരുടെ അടുത്ത് വേറെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ ചായ കുടിക്കാൻ പോയേക്കുക തോന്നുന്നു. അപ്പോൾ എന്നെയും അഞ്ജുവിനെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളത് ഇതേ വാങ്ങി കൊടുന്നേക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറുമക്കറിയും വെള്ളയപ്പും ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് കഴിക്കാതിരിക്കുകയാണ്. ആദർശും നമ്മുടെ തേജും ഒക്കെ കൂടിയിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് അവിടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ എടുത്തിട്ട് ഞാനും അഞ്ചും കൂടിയിട്ട് ഇതായിരുന്നു കഴിക്കുന്നുണ്ട്. ഇതിൽ മറ്റേ കുറുമക്കറിയിൽ കുറച്ച് ഉപ്പ് കൂടുതലാട്ടോ, അതാണ് പറയണത്. ഭയങ്കര ഉപ്പാണെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ചേശ്ശെ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ആദർശും തേജു ഇവരൊക്കെ ഇതേ വന്നിട്ടുണ്ട് കേട്ടോ ചായ കൂടി കഴിഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ഉണ്ണി ഇതേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഉണ്ണിയുടെ അടുത്ത് പോയിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അഞ്ജുവിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അഞ്ജുവിന് 10-11 മണിക്കാണ് തോന്നുന്നു കയറേണ്ടത്. അപ്പോൾ അഞ്ജുവിനെ അതേ അങ്ങോട്ട് ആക്കി കൊടുക്കണം. പിന്നെ റീനമ്മ അതേ ഉണ്ണീനെ അടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വിട്ടാൽ രാവിലെ തന്നെ എല്ലാവരും ആ പണി തീർത്ത് വെക്കുകയെ. പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് ഒന്ന് പോകണം കേട്ടോ. അതായത് എനിക്കും നമ്മുടെ തേജുവിനും ആദർശിനും കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. പിന്നെ നമ്മുടെ അഞ്ജുവിനെ ഹോസ്പിറ്റലിലാക്കും വേണം. അഞ്ജു ഇവിടെ അമലയിലാട്ടോ വർക്ക് ചെയ്യണത് ഇൻഷുറൻസിൽ. അപ്പോൾ അവളെ അങ്ങോട്ട് ആക്കും വേണം. അപ്പോൾ നമ്മളെ പോണ വഴിക്ക് ആക്കും ചെയ്യാം. പിന്നെ നമുക്ക് എന്താ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ആദർശം ആരും ഇതേ ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മുടെ ഡോക്ടർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഗിഫ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണത്. അത് നമ്മൾ നേരെ ആദ്യം അമലയിൽ പോയിട്ട് നമ്മുടെ അഞ്ജുവിനെ അവിടെ ഇറക്കി കൊടുത്തിട്ട് നേരെ ഷോപ്പിലേക്ക് പോയിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഡോക്ടർക്ക് വല്ല സാരി ചുരിദാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോപ്പുകളൊക്കെ നോക്കണം. നമുക്കിവിടെ വലിയ പരിചയം ഇല്ല കേട്ടോ. കാരണം ഈ ഒരു സൈഡ് കേച്ചേരി പഠിക്കണ കാലത്തൊക്കെ ഇപ്പോൾ എപ്പോഴോ, എന്നാലും നമുക്ക് ഇങ്ങോട്ട് ടച്ച് സത്യം പറഞ്ഞാൽ കുറവാണ്. ഷോപ്പുകളെ കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ അതേ അമലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് എന്ത് രസമാണ് ചെടികൾ കാണാമെന്ന്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവരത് ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനൊക്കെ പറ്റുമെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കിട്ടുമ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചോ, ഞാൻ വന്നിട്ട് കൊണ്ടുപോയിക്കോളാന്നേ. അപ്പോൾ അതേ അഞ്ജുവിനെ ഇറക്കിയിട്ടോ. ഇനി അഞ്ജു അങ്ങനെ പോയി. ഇനി ഞാനും ആദർശവും നമ്മുടെ തേജും കൂടിയിട്ട് ഷോപ്പ് തപ്പിയിട്ടാണ് നടക്കണത്. അതായത് ഡ്രസ്സ് ഇട്ടാ സാരി അല്ലെങ്കിൽ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കേട്ടോ, നമ്മുടെ കുന്നംകുളം റോഡിൽ ആ റോഡിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തപ്പി പിടിച്ചതേ ഉള്ളിൽ ഒരു ഷോപ്പ് കണ്ടു. ഇവിടെ ആദ്യം എൻ്റെ ഓർമ്മയിൽ കുറേ ഷോപ്പുകൾ ഇട്ട തുണിക്കടകൾ ഉണ്ട്. പക്ഷെ എന്താണോ ആവട്ടെ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ കടകളൊന്നും കാണാനില്ല. ഇപ്പോൾ തുറക്കാത്തതുകൊണ്ടാണോ പെരുന്നാളും നോമ്പൊക്കെ അല്ല, അതുകൊണ്ടാണ് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇത് ഇവിടെ കയറിയിട്ടോ. ഇവിടുന്ന് നമ്മൾ ആദ്യം ഒരു ചുരിദാർ എടുത്തിട്ട് നമ്മൾ പോന്നു. പിന്നെ നമുക്ക് വേറെ ഷോപ്പിൽ കയറിയപ്പോൾ കുറേ നല്ല സാരികൾ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചുരിദാർ കുറച്ചൊരു കുറഞ്ഞ ഫീല് പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താൽ ചുരിദാർ മാറ്റിയിട്ട് നമ്മുടെ ആരിക്ക് ഇടാൻ പറ്റിയ ടൈപ്പിൽ നോർമൽ ടോപ്പ് മാറ്റിയെടുത്തിട്ട് ഡോക്ടർക്കും പിന്നെ അവിടുത്തെ വേറൊരു നേഴ്സിനോ ആർക്കും ഒരാൾക്കും കൂടി എടുത്തിട്ടുണ്ട്. ആൾക്കും നമ്മൾ സാരി ആയിട്ട് എടുത്തു, 2 സാരി എടുത്തു. പിന്നെ നമ്മുടെ തേജുവിന് ഇതേ ആദർശിത എന്തോ ഇങ്ങനെ തോക്കില്ല ആ ഒരു സംഭവം വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊതിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇതേ വാങ്ങിയിട്ട് നമ്മൾ നേരെ നടന്നിട്ടുണ്ട്. പിന്നെ ആദർശ് ഇതേ കുഞ്ഞിച്ചക്കന് ഒരു കുഞ്ഞി കാറും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദർശിൻ്റെ വക ഫസ്റ്റ് ഗിഫ്റ്റാന്നും പറഞ്ഞിട്ടാണ് ആ കാറുകൊണ്ട് നമ്മൾ പോണത്. അപ്പം നമ്മുടെ തേജുവിനും വാങ്ങി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ ഇതേ നമ്മുടെ മാളും അശ്വിനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആരുടെ അടുത്തേക്ക്. അപ്പോൾ ഇതേ ഡ്രസ്സ് വാങ്ങിയതില്ല, അത് ആരുടെ കൊടുത്തേക്കട്ടോ. അവൾക്ക് കൊള്ളോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കിട്ടിയത് വെച്ചിട്ട് പിന്നെ അവൾക്ക് ഇപ്പോൾ ഫീഡ് ചെയ്യാനുള്ള എളുപ്പത്തിനും വാങ്ങണ്ടേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഡോക്ടർക്ക് വാങ്ങിയിട്ടുള്ള സാരി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സാരിയും കൂടി ഉണ്ട്
പൊളിക്കേണ്ടത്. ഞാൻ പൊളിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അത് നമ്മളിങ്ങനെ അമ്മയ്ക്കും ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബന്ധുക്കാരൊക്കെ ഇവിടെ അടുത്തുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സുഖമാണ് കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഫീല് തോന്നില്ല, പ്രത്യേകിച്ച് ആയിരിക്കും കേട്ടോ. മാറി മാറി ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു അനക്കം നമുക്ക് നമ്മുടെ വീട് എന്ന് പോലെ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അവൾക്ക് കുറച്ച് റിലീഫ് ആയിരുന്നു. അല്ലെങ്കിൽ കുട്ടി ഡിപ്രഷൻ അടിച്ചിരുന്നായിരുന്നു. അത് അവൾക്ക് മനസ്സിലായിട്ടോ. ഞങ്ങൾ ഇവിടുന്ന് പോയ ദിവസം അതായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ പിന്നെ കുറച്ച് നേരം കുഞ്ഞിച്ചക്കൻ്റെ ഒപ്പം പോയി കിടന്നേട്ടോ. മുഖം പൊത്തണത് വേറെ ഒന്നുമല്ല, അവർ ഫേസൊക്കെ 28-ന് റിവീൽ ചെയ്യാം, ഫേസും പേരും എല്ലാം അതുകൊണ്ട് 28-ന് റിവീൽ ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ്. പിന്നെ ഏകദേശം ഉച്ചയായി തോന്നുന്നു കേട്ടോ. നമ്മുടെ വിൻഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വിൻഷേട്ടൻ അതേ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. കാരണം ആദർശിന് ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് ഇവിടുന്ന് ഓരോന്ന് കഴിച്ചിട്ടേ. അപ്പോൾ വിൻഷേട്ടൻ ഇതേ ബിരിയാണി 3 കേട്ടോ. നമ്മുടെ തേജുവിന്, ആദർശിന് അങ്ങനെ എല്ലാവർക്കും ഷെയർ ഇട്ടിട്ട് എങ്ങനെയാ വെച്ചാൽ കഴിച്ചു. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ട് കഴിക്കൂലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. പിന്നെ അമ്മയ്ക്ക് അതേ ചോറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ പോയിട്ട്. അപ്പോൾ ആദർശും വിൻഷേട്ടനും തേജും മാളും ഞാനും മാളും കഞ്ഞിയാട്ടോ കുടിച്ചത്. ഇവർ 3-4 പേര് മാത്രം ഇതേ റൈസൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ഇതേ കഞ്ഞിയും ഉപ്പേരി ചമ്മന്തി അങ്ങനെ വെല്ലിമ്മ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും അതിരുന്നിട്ടാണ് കഴിക്കണത്. പിന്നെ കുറേ പേര് വീണ്ടും കമൻസിൽ, കുറേ പേരല്ല കേട്ടോ, 1-2 ഒരാളെന്നെ തോന്നുന്നു, ഇതെന്താ കല്യാണ വീടാണോ, നിങ്ങളെന്താ ആശുപത്രിയിൽ ഇത്രയും പേര് ആയിരിക്കും, അതൊരു ഡിസ്റ്റർബ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും ഇല്ല കേട്ടോ. ഏറ്റവും വലിയ ആശ്വാസം സത്യം പറഞ്ഞാൽ അവൾക്ക് അതാടുന്നു. ചുറ്റും ഇത്രയും പേര് നിൽക്കുന്നത് അവൾക്ക് സത്യം പറഞ്ഞ ഒരു ആശ്വാസം ആടുന്നു കേട്ടോ. അവൾക്കെന്ന് മാത്രമല്ല ഞങ്ങൾക്കും അതെ കേട്ടോ. എല്ലാവരും കൂടി ഉള്ളപ്പോൾ നമുക്കത് വേറെ ഫീൽ ആടുന്നു. കാരണം അത് ഞങ്ങൾ ഇപ്പോൾ പിറ്റേ ദിവസം ഞാനും വിൻഷാട്ടിനൊക്കെ ഞങ്ങളൊക്കെ പോന്നപ്പോഴാണ് അമ്മയായാലും റീനമ്മയായാലും ആര്യായാലും പറഞ്ഞത് കേട്ടോ, നിങ്ങൾ പോയപ്പോൾ അതായത് നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നപ്പോൾ അവർക്ക് ഭയങ്കര ഫീലായിരുന്നു. കാരണം ആകെ ഒരു ഉറങ്ങിയ പോലെയായിരുന്നു റൂം. മൊത്തത്തിലൊരു അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ മൊത്തം ഒരു ഉറങ്ങിയ ഫീലായിരുന്നു. അവർക്ക് പെട്ടെന്നൊന്ന് ഡിസ്ചാർജ് ചെയ്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ ഒപ്പം നിന്നിട്ടേ അത് അങ്ങനെയാണ്. അതെന്തുകൊണ്ടാണ് ആ ഒരു ആളങ്ങനെ പറഞ്ഞ് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അത്രയും പേര് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമില്ല ആ ഒരു സംഭവമേ. അപ്പോൾ ഇത് വെല്ലിമ്മ വെളിച്ചനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഇടയിൽ കാണാൻ അത് പറയാൻ വിട്ടു എന്നുള്ള. വെല്ലിമ്മി വെളിച്ചിനെ കടന്നു നേരത്തെ അവിടെ ഇരുന്നിടുന്നത്. അപ്പോൾ വെല്ലിമ്മി വെളിച്ചിന് വന്നിട്ട് വേറെ ഏതോ ഡോക്ടറിനെ അടിയിൽ കാണാൻ കേട്ടോ. അവർ അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ നമ്മളിതേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉച്ചക്കതേ നല്ല ഉറക്കാട്ടോ. പിന്നെ തേജും മെയിനായിട്ട് തേജുവിനെ പിന്നെ എനിക്ക് നോക്കേണ്ട അധികം ആവശ്യം വരില്ലേ. കാരണം വിഷ്ണുവേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും വിഷ്ണുവേട്ടൻ്റെ പിന്നാലെ ആവും കേട്ടോ. പിന്നെ നമ്മൾ ഇതെന്താ സെറ്റ് ചെയ്ത് വെച്ചേക്കണെന്ന് വെച്ചാലേ നമ്മുടെ കേക്ക് മുറിക്കാം കേട്ടോ. നമ്മൾ ഡോക്ടറൊക്കെ വന്നിട്ട് ഒരു കേക്ക് മുറിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തേക്കണ്. ഞാനിതേ ഉണ്ണി ഇങ്ങനെ എനിറ്റപ്പോൾ ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കാൻ വന്നിരുന്നാട്ടോ. കുഞ്ഞിച്ചക്കനാണെങ്കിൽ ഇങ്ങനെ മൂടി പൊതിച്ച് കിടന്ന അത്ര ഇഷ്ടമാണ് കേട്ടോ. കാരണം അങ്ങനെ കിടന്നോളും. നമ്മൾ ഈ പുതപ്പ് മാറ്റിയ ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. ആൾ കരണ്ട് തുടങ്ങി. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പൊതിച്ച് കൊടുത്താൽ ആളവിടെ സേഫായിട്ട് കിടക്കും. പിന്നെ അതേ നമ്മൾ കേക്ക് ഇതേ വാങ്ങിക്കൊടുന്നതൊക്കെ ഇതേ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ വിൻഷാട്ടെ. അതൊക്കെ പിന്നെ ആരുടെ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഡോക്ടർ അശ്വതി എന്നാട്ടോ ഡോക്ടറുടെ പേര്. ആരുടെ ആദർശിൻ്റെ ഒക്കെ ഫേവറേറ്റ് ഡോക്ടറാണ് കേട്ടോ. ഡോക്ടറെ കുറിച്ച് പറയാച്ച 100 നാവാ അവർക്ക്. കാരണം അവർക്ക് അത്രയും സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെയ്ക്കും ഡോക്ടർ അത്രയും സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിന്നിട്ട് എല്ലാ കാര്യങ്ങളും കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് അറിയാമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ അവിടുത്തെ നേഴ്സുമാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതേ നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കേട്ടോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവരിതേ വേഗം ഡ്യൂട്ടിക്ക് തന്നെ കയറിയിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഇതേ ഷെയർ ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇതേ ക്യാൻറ്റീനിലേക്ക് പോയിട്ടോ. ക്യാൻറ്റീനിലേക്ക് വെച്ചാൽ ഞാനിങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ നമ്മളിതെന്താ ഫുഡ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണോ എന്ന്. കാരണം ഞാൻ എടുക്കുന്ന ക്ലിപ്സേ നിങ്ങൾ കാണുന്നുള്ളൂ, ഇതിൻ്റെ ഇടയത്തൊന്നും എടുക്കണില്ല. അതാണ് കേട്ടോ. കേക്ക് മുറിച്ചത് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഒരു 5 മണിക്ക് ആകുമ്പോഴാണ് തോന്നുന്നു കേട്ടോ അവിടെ വന്നിരുന്നത്. മെയിനായിട്ട് ഇതേ ഫുഡ് കഴിക്കേണ്ട നേരം ആകുമ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കാറുള്ളൂ. ആ സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു കാര്യം കത്താറേ. അപ്പോൾ നമ്മളിത് ഇവിടെ ബാക്കിൽ വന്നിരുന്നാട്ടാ. ക്യാൻറ്റീൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഒരു കുഞ്ഞ് പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. അകത്തുണ്ട് ചെറിയ കുട്ടികൾക്കുള്ള പാർക്ക്, പുറത്ത് ഇത്തിരി വലിയവർക്കുള്ള പാർക്കും ഉണ്ട്. അപ്പോൾ പാർക്ക് അങ്ങനെ ഒരു കളിക്കേണ്ട ഒരു ഇത്. അപ്പോൾ തേജുവിന് ഇവിടെ ഭയങ്കര കാര്യമായിട്ട്. അപ്പോൾ തേജു ഇത് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതേ കുറച്ച് നേരം ഇവിടെ വന്ന് ഇരുന്നു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. സൂര്യമ്മായി വിൻഷാടിന്റെ എക്സ്പീരിയൻസ് എന്താണ്? വിഷ്ണുമാമൻ എന്ത് എക്സ്പീരിയൻസ് ഞാൻ ഒന്നും കണ്ടില്ല. അവള് കയറിയില്ല. അതല്ല പറഞ്ഞേ വെല്ലിച്ചനായ എക്സ്പീരിയൻസ്. വെല്ലിച്ചൻ പറഞ്ഞ ആദ്യമായിട്ടാണ് വെല്ലിച്ചനാവണം.
മാമനും എന്താ പറയാ കുട്ടീനെ കയ്യിലെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊക്കെ കുറച്ച് കഴിയണം. എനിക്ക് പേടിയാ ആ ഫീലിങ്സ് ആണേ. ഞങ്ങൾ രണ്ടാളും ഉണ്ണീനെ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അത് കുറച്ചുകൂടെ ഏറ്റവും തലക്കൊന്ന് ഉറച്ചെടുക്കുമ്പോ സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ രണ്ടാളും പക്ഷെ ആള് ബോൺ സൈസ് ഒക്കെ നോക്ക്, ഇതൊക്കെ നോക്ക്. 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇത് ഇവനെ പോലെ തന്നെ കുട്ടി കരഞ്ഞോണ്ടിരിക്കുക. റൂമിൽ നിന്ന് ഇറങ്ങിയതും വന്ന് ഇവനെ പോലെ തന്നെ ടെൻഷൻ അടിപ്പിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടാളും ഉണ്ണീനെ എടുത്തിട്ടില്ല കേട്ടോ. മറ്റെടുത്തില്ലേ ഇങ്ങനെ കെടുത്തല്ല, ഇനി മറ്റേല് വെക്കുമ്പോ എടുക്കണം. എന്തായാലും അവിടെ ഉണ്ടല്ലോ, കെടുക്കും. അടുത്തൊക്കെ പോയിട്ട് കെടുക്കും. നമ്മുടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്താ പഠിക്കല്ലേ എല്ലാരും ആഗ്രഹം വിനീഷേട്ടന്റെയും സൂര്യന്റെയും പെൺകുട്ടി. ഇനി ഞങ്ങൾ പെൺകുട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാ. സൂര്യ സമ്മതിക്കില്ലേതാ. രണ്ടുപേരും ഡയറ്റ് ഒക്കെ തുടങ്ങിയിട്ട് പരിപാടിക്ക് വേണ്ടിട്ട്. അയ്യേ സൂര്യ ജിമ്മിന് പോണതാ പ്രശ്നമായത്. അപ്പൊ അവളെ അയില് പിടിച്ചിരിക്കുക ഓടി തെറ്റാകണം പറഞ്ഞിട്ട്. ഇപ്പൊ സമ്മതിക്കില്ലേ കാണാണ്ട് ശരീരം എന്താ അവിടെ പഠിച്ചിട്ടാണോ ഞങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാൻ വന്നല്ലോ. ഇത് നമ്മളെ വിഷയം തന്നെ പറഞ്ഞല്ലേ അല്ലേ. ഞാനൊരു 1100 ഉറുപ്പ്യ ആദർശിന്റെ കൈ കൊടുക്കും. അതുകൊണ്ട് എന്താ ചെയ്തത്? 1100 ഉറുപ്പ്യയും ഒരു വെറ്റിലും അവന്റെ കയ്യിലാണ് വെച്ചു തരും. അതുകൊണ്ട് തൃപ്തിപ്പെടുക കേട്ടോ. സ്വർണ്ണത്തിന് കല്ല വിലടാ. സ്വർണ്ണം പ്രതീക്ഷിക്കണ്ടേ. ഇവർ രണ്ടാളും വട്ടം കൂടി ഇരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഇരിക്കുള്ളൂ കേട്ടോ. ആദർശം മിൻഷേട്ടനും വിഷ്ണേട്ടനും വിനീതേട്ടനും ഇവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇവരെന്തോ കട്ട്ലൈറ്റ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് കേട്ടോ, ഷുഗർ ഇല്ലാണ്ടാണ് ഞാൻ കുടിക്കണത്. അത് കുടിക്കുന്നുണ്ട്. പക്ഷേ ഈ പൈനാപ്പിളിൽ എനിക്ക് മധുരം ഇട്ടുണ്ടോ എന്നൊരു സംശയം. ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഇത് പൈനാപ്പിളിൻ്റെ മധുരം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഇവരെന്തോ എന്താ ബിസ്ക്കറ്റോ മിൽക്ക് മിസ്റ്റോ അങ്ങനെ എന്തൊരു ബിസ്ക്കറ്റ് ഇല്ലേ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ ഇത് അത് കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ജ്യൂസ് ഇത് ഒറ്റയടിക്ക് വേഗം കുടിച്ച് തീർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വിൻചേട്ടൻ എന്താ പറയുക ഹോർലിക്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അതുമായിട്ട് വരണത് അത് നമ്മളതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഞങ്ങളിവിടെ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളവിടെ തന്നെ ഇരുന്ന്. അപ്പോൾ കുട്ടി ഇതേ വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞിച്ചക്കനെ കാണാനാണ്. അതുവിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതുവിൻ്റെ അച്ഛൻ്റെ ഒക്കെ വീട് കേച്ചേരി ഇതേ ഇവിടെ അടുത്ത് തന്നെയാണ്. കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എനിക്ക് പറയാൻ അറിയില്ല. അവരെ കൂടെ അടുത്തുള്ളവർ തന്നെയാണ്. അതുകൊണ്ടൊക്കെ പിള്ളേർ നടന്നിട്ടാണെങ്കിലും ഇവിടേക്ക് എത്തും. അപ്പോൾ ഇവിടെ ആദൂനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതേ വട്ടിട്ട് കളിയാക്കലാണ് പണി. എല്ലാവരുടെയും മെയിൻ കളിയാക്കൽ പുള്ളി ആദു ആണ് കേട്ടോ. അതുകൊണ്ട് ഇതേ വട്ടിട്ട് ബ്ലാക്ക് മെയിൽ ഇത് എന്തൊക്കെയോ ചോദിച്ച് ഇതാക്കുന്നുണ്ട് കേട്ടോ. കുട്ടീനെ കുറച്ചു നേരം വെള്ളം കുടിപ്പിക്കാൻ നിന്നിട്ട്. ആദർശാണ് കേട്ടോ മെയിൻ ആദൂനെ കളിയാക്കണേൻ്റെ. പിന്നെ അതേ ഞങ്ങൾ എന്തുട്ടാ പറയുക ആരുടെ അടുത്ത് എത്തിയിട്ടാ. അപ്പോൾ അത് ഉണ്ണീനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രാധമ്മായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ആദൂൻ്റെ അമ്മയിലെ ആദൂൻ്റെ അമ്മയുടെ അനിയത്തി കേട്ടോ. ഞങ്ങളുടെയൊക്കെ അമ്മായി ആദൂൻ്റെ മേമയാണ്. അങ്ങനെ അവളെ അമ്മായിയുടെ കൂടെ അങ്ങോട്ട് പോയിട്ടാ. അവർ വീട്ടിലേക്ക് അങ്ങനെ പോയി. അമ്മായിയുടെ വീടൊക്കെ ഇവിടെ തന്നെയാണ് കേച്ചേരി. ഇന്നത്തെ ക്ലിപ്പ് എടുക്കുന്നത് ഞാൻ രാത്രിയാണ് കേട്ടോ. രാത്രി ഇതേ മേലൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഇതേ കിരൺ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തേജുവിൻ്റെ ചെയ്തിട്ടാ മേലൊക്കെ കഴുകിയതേ ഇരിക്കുകയാണ്. കിരൺ ജോലി കഴിഞ്ഞിട്ടാട്ടോ നേരം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അവനും അത് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാണ് ആവോട്ടോ. അപ്പോൾ ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ല ഇവിടെയാണ് കിരണിൻ്റെ മാമൻ്റെ വീട് കേച്ചേരിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ളവരാണ്. പിന്നെ അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർ നമുക്ക് ചാമ്പയ്ക്ക കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ അഞ്ജും വിഷ്ണേട്ടനും വീട്ടിൽ പോയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ ചാമ്പയ്ക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ജുവിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ളത്. അപ്പോൾ നമ്മൾ അതെല്ലാം ഉപ്പിട്ടിട്ട് കുത്തി കഴിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ കാണണത് നമ്മൾ ഫുഡ് കഴിക്കണത് മാത്രം ഞാൻ ഈ വീഡിയോസ് എടുത്തിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കുമ്പോഴാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയത്. പിന്നെ ഞാൻ കൂടുതലും ആരുടെ ഫോണിലാട്ടോ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവൾക്കുള്ള വ്ളോഗായിട്ട് ഞാൻ അങ്ങനെ കുറേ അവളുടെ ഫോണിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേ കിരൺ വരുമ്പോൾ മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതാണ് കേട്ടോ. പിന്നെ അതേ ചോറ് കഴിക്കാതിരിക്കുകയാണ് രാത്രിയായിട്ട്. ഇത് എല്ലാവർക്കും ഇതേ ചോറൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ സമയം എന്ന് പറയുന്നത് 11:30-12 മണിക്ക് ആവട്ടോ. അത്യാവശ്യം നേരമായിട്ടുണ്ട്. പിന്നെ അതേ എന്താ തേജുവിനും ചോറ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് എല്ലാവരും ഉണ്ട്. നല്ല ഒരു ഇതായിരുന്നു. ഇപ്പോഴും ആരൊക്കെ ഒരാളുടെ കമൻ്റാണ് ഇതെന്തെല്ലാവരും
വട്ടിട്ട് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്, ഇതെന്തെല്ലാവരും ഇതെന്താ കല്യാണ വീട്, ഒരാൾ മാത്രമായിട്ട് ഇങ്ങനെ വന്ന് പറയണത്. ഞാൻ ആലോചിക്കുന്നു, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ മാറാരോഗ്യം അങ്ങനെയൊന്നും ആയിട്ടല്ലല്ലോ, നമുക്ക് അത്രയും സന്തോഷമുള്ളൊരു കാര്യം നടന്നിട്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഹാപ്പിയാണ്, ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആ ഒരാൾക്ക് മാത്രം വല്ലാത്ത പ്രശ്നം, ഇതെന്താ വട്ടിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്, ഇതെന്താണ് അങ്ങനെയാണ്. ഞങ്ങൾ അത്യാവശ്യം സന്തോഷിച്ച് ആസ്വദിച്ചൊരു സമയമായിരുന്നു ആരുടെ ആ ഡെലിവറിയുടെ ആ ഒരു ദിവസം കേട്ടോ. മെയിനായിട്ട് ഇതന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് എല്ലാവരും എല്ലാ കാര്യത്തിനും ഓടി നടക്കാനും എല്ലാത്തിനും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ഡെലിവറിയുടെ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കൊറോണയായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ. ഞാൻ, വിൻചേട്ടൻ, വിൻചേട്ടൻ്റെ അമ്മ, ഞങ്ങൾ 4 പേരുള്ളത്. വിൻചേട്ടൻ പുറത്തിരിക്കുക ഒറ്റയ്ക്ക്, വിൻചേട്ടൻ ഹോസ്പിറ്റലിൻ്റെ പുറത്തായിരുന്നു. അത്യാവശ്യം കൊറോണ ടൈം അറിയാമല്ലോ, അങ്ങനത്തെ ഒരു സമയം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം നടന്നിട്ട് വിഷമിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ പോലെയായിരുന്നു എനിക്ക് എൻ്റെ ഒരു ഡെലിവറിയുടെ ഓർമ്മ എന്ന് പറയണത് കേട്ടോ. പക്ഷെ ആരുടെ ഡെലിവറി ഞങ്ങൾ ഭയങ്കര സന്തോഷിച്ചിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് കിര തേജുവിനെ കൊണ്ട് പുറത്തു പോയിട്ട് തേജുവിന് എന്തോ ഫുഡ് വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് നിൽക്കണം തേജുവിന്റെ വിചാരം കിരൺ വെറുതെ നടക്കാൻ കൊണ്ടുപോയതാന്ന് കേട്ടോ. അപ്പൊ ഫുഡ് അടി കഴിഞ്ഞിട്ട് കിരനോട് തേജു പറയാ, എത്ര മാമ എനിക്ക് ഫുഡ് വാങ്ങി തരുന്നു ഞാൻ വിചാരിച്ചില്ലാന്ന്. കിര അതന്നെ പറഞ്ഞിരുന്ന് ചിറുക്കിയാടുന്നിട്ട് ഇതിന്റെ വായന്ന് എവിടുന്ന് അങ്ങനത്തെ ഡയലോഗുകളൊക്കെ വരുന്നെന്ന് ചോദിച്ചിട്ട്. പിന്നെ അത് ഒരുപാട് നേരമായില്ലോ. അപ്പോൾ വിഷ്ണുവേട്ടനും അഞ്ചും കൂടിയിട്ട് നമ്മുടെ അഞ്ജുവിന്റെ വീട്ടിലേക്ക് പോവാട്ടോ. അഞ്ജുവിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ കേച്ചേരി അമലയുടെ ആ ഒരു സൈഡിലായിട്ടാണ് വരണത്. അപ്പൊ അവരിതേ രാത്രി കുറെ നേരമായിട്ടുണ്ട്, അവരിതേ ടാറ്റൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ ഇതേ നമ്മളിവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇതേ അമ്മയും അച്ഛനല്ല അമ്മയും എല്ലാവരും ഇതൊക്കെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. വെല്ലിമ്മയ്ക്ക് തുടയ്ക്കണം എന്നാട്ടാ, അമ്മ അടിച്ചോരണം, വെല്ലിമ്മ അതാണ് പറയാ, ഉഷ അടിച്ചോരിക്കോ ഞാൻ തുടയ്ക്കാം. ഇതാണ് ഇവർ 2 പേരും തമ്മിലുള്ള ഡീലിങ്സ് കിട്ടാ. അപ്പൊ അതെ അമ്മ അടിച്ചോരി കൊടുക്കുന്നുണ്ട്, വെല്ലിമ്മ ഇത് തുടയ്ക്കുന്നുണ്ട്. അവര് 3-4 പേരും ഇവിടെ ആയിട്ടൊക്കെ എടുക്കുക. വിൻചേട്ടൻ കുറെ കഴിഞ്ഞാൽ പോകും. വിൻചേട്ടൻ പുലർച്ചെ ആവാറുമ്പോഴാണ് ഇവിടുന്ന് പോവാട്ടോ ഉറങ്ങാൻ. അപ്പോൾ വിൻചേട്ടനോട് ഞങ്ങൾ പറയുന്നുണ്ട്, പൊക്കോ വീട്ടിലേക്ക് പൊക്കോ, പോയി കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ എനിക്ക് പോന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വിൻചേട്ടനാണെങ്കിൽ എല്ലാവരും ഇവിടെ അല്ലേ, കൊണ്ട് പോവാൻ വിൻചേട്ടന് വലിയ ബുദ്ധിമുട്ട്. പക്ഷെ എന്നാൽ പോയി കിടന്ന് ഉറങ്ങും വേണം. അപ്പോൾ ദേ ഇവിടെ തുടച്ച് അവർ കിടക്കാൻ നോക്കട്ടെ. അപ്പോൾ കിരണാ തോന്നുന്നു കേട്ടോ അപ്പുറത്തിരിക്കുന്നുണ്ട്, കിരണും ഉണ്ട്. കിരണും വിൻചേട്ടനും തേജുവിനും നമ്മൾ വിൻചേട്ടൻ കൊണ്ടുപോയിട്ടോ പോകുമ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആ വല്യമ്മയാണ് നിങ്ങളുടെ ഐശ്വര്യം എന്നൊക്കെ. വല്യമ്മ ഐശ്വര്യ ദേവത. തേജൂര് ഞാൻ കിടക്കുമ്പോ വെടിവെക്കാതെ തേജൂര് കുഞ്ഞിച്ചക്കൻ പറയുന്നു. നിങ്ങൾ 2 എണ്ണം വേറെ നിങ്ങൾ ഞാൻ വെട്ടി ശുംഭൻ മ്ലേച്ഛൻ. നമ്മുടെ വീട്ടിലേക്ക് ആര്യമ്പാടത്തുള്ള വീട്ടിലേക്കാണ് പോണത്. അപ്പൊ നമ്മുടെ മൈൻഡിൽ എന്താന്ന് വെച്ചാൽ നാളെ ഡിസ്ചാർജ് ചെയ്യുന്നുള്ള ഒരു പ്ലാനാണ് കേട്ടോ. അതായത് ഞായറാഴ്ച ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു തുടങ്ങിട്ടോ, വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് വിൻചേട്ടനെ. അപ്പൊ വിൻചേട്ടനും നമ്മുടെ തേജും കിരനും കൂടിയിട്ട് ഇതേ വീട്ടിലേക്ക് പോകാൻ നിൽക്കാട്ടോ. അപ്പൊ ഞാൻ വരെ യാത്രയാക്കാൻ പോവാണ്. ഇപ്പോഴും നമ്മുടെ മൈൻഡിൽ എന്താ വെച്ചാൽ നാളെ ഉണ്ണിച്ചക്കനെ കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട്. വല്യമ്മ അതേ സൈഡായിട്ടുണ്ട് കേട്ടോ. തേജു ആരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇതേ ഇറങ്ങുകയാണ്. അപ്പൊ അവിടെ തൊട്ട് കൂട്ടിയോട്ട് തൊടാണ്ട് പോവില്ല അവിടെ. ആ ശരി അതെ ഒന്നാം മത്തല്ലേ
നമ്മുടെ വീഡിയോസ് കാണുന്ന കുറെ പേര് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവർ 1-2 പേരൊക്കെ വന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഉണ്ണീനൊക്കെ കണ്ടിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും നമുക്ക് വലിയ സന്തോഷമാണ്. ഫാമിലി മാത്രമല്ല, നമ്മളതിനെ അറിയുന്നവരും വന്നിട്ട് ഉണ്ണീനെയൊക്കെ കണ്ടു പോവാന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ തേജുവിന് ഭയങ്കര നാണായിട്ടോ. കുറച്ച് പേര് അവനെ വന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇതാക്കിയപ്പോ അവന് ഭയങ്കര നാണായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങോട്ട് തന്നെ ഓടി വന്നു കേട്ടോ. തേജു ആണെങ്കിൽ എല്ലാവരോടും ടാറ്റ പറഞ്ഞു. ഉണ്ണിയോട് എന്താ ടാറ്റ പറയാഞ്ഞെന്നും ചോദിച്ചിട്ട് അമ്മ അങ്ങനെ വിളിക്കണ്ടായിരുന്നു. അപ്പൊ തേജുവിന് ഉണ്ണിയോട് യാത്ര പറയാൻ ഭയങ്കര നാണട്ടാ. അപ്പൊ ഉണ്ണിയുടെ കയ്യിൽ ഇതേ കൈയൊക്കെ പിടിപ്പിച്ചിട്ട് ഇതേ ഇങ്ങനെ അവനെ പറഞ്ഞയക്കാട്ടാ. ഇനി തേജു മിൻഷാടിനൊക്കെ കൂടിയിട്ട് രാവിലെ നേരത്തെ വരുവേ. അതായത് ഡിസ്ചാർജ് ചെയ്യും. ഇപ്പോഴും ഞങ്ങളുടെ മൈൻഡിൽ ഇന്ന് ഞായറാഴ്ച ഡിസ്ചാർജ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അങ്ങനെ ഇതേ ഇവര് 3 കൂടിയിട്ട് പോവാണ്. തേജു 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ എന്നെ വിട്ടിട്ട് കിടന്ന് ഉറങ്ങണത്. അതായത് രാത്രി ഒരു വട്ടം ആര്യയുടെ കൂടെ വീട്ടിക്ക്, കഴിഞ്ഞ വർഷം ആര്യയുടെ കൂടെ വീട്ടിക്ക് വന്നിട്ട് അങ്ങനെ ഒരു ദിവസം രാത്രി എൻ്റെ കൂടെ കിടന്നിട്ടില്ല, മാറി നിന്നേക്കണത്. പിന്നെ ഇതേ ഈ ഒരു ദിവസം കേട്ടോ വിൻഷാട്ടിൻ്റെ കൂടെ പോയിട്ട് നിൽക്കണത്. മുന്നത്തെ 2 ദിവസം അതേട്ടാ വിൻഷാട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് പോയില്ല, ഇല്ല പറഞ്ഞ് നിൽക്കായിരുന്നു. ഇന്ന് എന്താണാവോ വരാമെന്നും പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്തിട്ട് ഇതേ വിൻഷാട്ടിൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തേജു ഇതേ കിരണിന്റെ വണ്ടിയുമായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. എന്താണാവോ കിരണിനെ ഭയങ്കരമായിട്ട് പിടിച്ചിട്ടുണ്ട്. തേജുവിന് ചെറുപ്പത്തിൽ കേട്ടോ കിരണിനെ ഭയങ്കര പേടിയായിരുന്നു. കിരണിനെ കണ്ടാൽ കരയും, കിരണിനെ കണ്ട് ഓടും, അങ്ങനെ കടന്നു. ഇപ്പൊ നേരെ തിരിച്ചായി, കിരൺ തേജുവിനെ കണ്ട ഓടേണ്ട അവസ്ഥയായി കേട്ടോ. അങ്ങനെ ഇതേ അവര് 3 കൂടിയിട്ട് ഇതേ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതേ ഞാൻ റൂമിലേക്ക് വന്നു. അമ്മയും പിന്നെ റീനമ്മയും വെല്ലിമ്മയൊക്കെ ഇതേ ഇവിടെ കിടക്കുന്നുണ്ട്. കുഞ്ഞിച്ചക്കനെ അമ്മയുടെ അടുത്ത് കൊണ്ട് അടിയിൽ കിടത്തിയേക്കാട്ടാ. ആര്യ ഇതേ ഇവിടെ കിടന്നിട്ടുണ്ട്. ഇതിപ്പോ ഞാനാ പേഷ്യന്റ് തോന്നുന്നു, കാരണം ഞാനാണ് ഇവിടെ മുകളിൽ കിടക്കണ ആള് കേട്ടാ. പിന്നെ ഈ ഒരു വ്ളോഗ് പിറ്റേന്ന് രാവിലെ ഇട്ടിട്ടാണ് കേട്ടാ. നമ്മളിതേ ഡിസ്ചാർജ് ചെയ്യുന്നൊക്കെ ഉള്ള ആകാംക്ഷയിലാണ് ഈ ഇരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞാനും ആദർശം വലിയ ഒരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ആര്യനെ റൂമിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്ലാനൊക്കെ ചെയ്തു. അപ്പോൾ ഇതേ രാവിലെ നമുക്ക് ചായക്കുള്ളത് മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പൂരിയും കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വല്യമ്മയും ഞങ്ങൾ ആരൊക്കെ ഉണ്ട് അവിടെ, ഞങ്ങളൊക്കെ ഇതേ ചായ കുടിക്കാൻ നോക്കട്ടെ. അപ്പോൾ വല്യമ്മ എനിക്ക് ചായയൊക്കെ കൊടുന്നു തരുന്നുണ്ട്. ഇവരൊക്കെ കഴിക്കല് കഴിഞ്ഞു തോന്നുന്നേ. അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ വേഗം ചായ കുടിച്ച് വീട്ടിലേക്ക് പോവാം. എങ്ങനെയായാലും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉച്ചയാവുമല്ലോ. അപ്പം വേഗം വീട്ടിൽ ചെന്ന് വീടൊക്കെ ഒന്ന് സെറ്റാക്കി നീറ്റാക്കി ഇട്ടിട്ട് മറ്റേ സംഭവമില്ലേ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ട് കുറേ വീഡിയോസൊക്കെ കാണാറില്ല. ഉണ്ണീനെയും ഇവരേനെയൊക്കെ വീട്ടിൽ കയറ്റുമ്പോൾ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ റൂമിലേക്ക് കൊണ്ടുവരുന്നത് ഞാനും ആദർശും ഞങ്ങൾ 2 കൂടി, ഞങ്ങൾ 2 പേര് മാത്രം കേട്ടോ ആയിട്ട് പ്ലാൻ ഇട്ടതാണ് അങ്ങനെ ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതേ പെട്ടെന്ന് ഞാൻ ചായ കുടിച്ചിട്ട് പോവാന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ വീട്ടിലേക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്നത്തെ ദിവസം ഡിസ്ചാർജ് കിട്ടിയില്ല. അതാണ് എന്നെ ഏറ്റവും തകർത്തിയ ഒരു ഇത്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്ന് വീടൊക്കെ റെഡിയാക്കി, പിന്നെ നമ്മുടെ ഇവളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ എന്താ പറയുക വളക്കാപ്പിന് ഓൾറെഡി നമ്മുടെ ഫ്ലവറിന്റെ കുറേ കാര്യങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഞാനും ആദർശം കൂടി പ്ലാനൊക്കെ ചെയ്തത്. പക്ഷെ എല്ലാം 4 വഴിക്ക് പോയ പോലെയായിരുന്നു കേട്ടോ. മദേഴ്സ് ഡേ ആയിരുന്നല്ലോ, മദേഴ്സ് ഡേയോ വുമൻസ് ഡേ തോന്നുന്നു. അന്നായിരുന്നു സൺഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ഇതേ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വന്നിട്ട് ആര്യയ്ക്കും ഉണ്ണിക്ക് ഇത് എന്തോ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇവർക്ക് മാത്രമല്ല, വുമൻസ് ഡേ ആയ കാരണം എല്ലാവർക്കും ഹോസ്പിറ്റലിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ്. ഇതാണ് കേട്ടോ അശ്വതി ഡോക്ടർ. അപ്പൊ ആരോടും ഇതേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. പിന്നെ നമ്മുടെ തേജും മിൻചേട്ടനും അച്ഛനും കൂടിയിട്ട് ഇതേ രാവിലെ ഒരു 11 മണിയാകുമ്പോഴേക്കും അവർ വന്നു കേട്ടോ. അപ്പൊ അച്ഛതേ മീൻകറിയൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചത്തേക്കുള്ളത്. കാരണം ഡിസ്ചാർജ് ആവില്ല എന്നുള്ളൊരു ന്യൂസ് ഞങ്ങൾക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛതേ വേഗം മീനൊക്കെ വാങ്ങി നന്നാക്കി ഇതേ കറിയൊക്കെ വെച്ചിട്ട് ഇവർ 3 പേരും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ണിക്കുള്ള ഡ്രസ്സ് ഇതേ കൈ പിടിച്ചതാട്ടോ. പക്ഷെ ഇവർ മാറി എടുത്തു കൊടുന്നു. ആര് പിന്നിക്കെട്ട് എടുക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റേ ജംസൂട്ട് പോലത്തെ ഐറ്റംസ് ഇല്ലേ, അതാട്ടാ തേജ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആണ് ഇതേ വിൻഷാൻ്റെ ചോറാട്ടാ, അതേ ചോറും ഉണ്ട്. അപ്പൊ അതെല്ലാം കൊടുന്നു. അങ്ങനെ കൊടുന്നിട്ട് ഇതേ ഇതെന്താ വെല്ലിമാട്ട, അവരെന്തോ വെടി വെച്ച് കളിക്കുകയാണ്. ഇത്ര നേരം ചീത്ത പറഞ്ഞിടുന്ന ആളാ. അവൻ കണ്ണറ ഞങ്ങളെ പഠിപ്പിക്കണ ആളാ. അപ്പൊ ശരി വന്നു. അപ്പതാണോ തേജുവിന്റെ ഒരു സ്ഥലം കാണിക്കേ, അവിടെ അടിക്കാൻ പറയും. ഞാൻ വട്ടം വരച്ചോർക്ക് വലിയ അമ്മമ്മക്ക് അടിക്കാൻ പറയാ വട്ടത്തിൽ. തേജു ഒരു വട്ടം വരയ്ക്ക്, എന്നിട്ട് അതിന്റെ ഉള്ളിൽ ആ വരയമ്മ കറക്റ്റ് അടിക്കാൻ പറയും. അവിടെ പിന്നെ ആ വരയമ്മ കറക്റ്റ് അടിക്കാൻ പറയടാ. അയ്യേ തോറ്റു
അതിന്റെ മുകളിൽ നിന്നാക്കാം അതൊട്ടിയിലോ ഡിസ്ചാർജ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ടൈം ആയപ്പോഴേക്കും പറഞ്ഞു കേട്ടാ. കാരണം എന്താ 2 ദിവസം കൂടി കിടക്കേണ്ടി വരും. അതായത് ഞായറാഴ്ച ഞങ്ങൾ പോന്നു, പിന്നെ തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച എങ്ങാണ്ടാണ് അവളെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു വഴിയില്ല കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് എന്നാൽ വേഗം പോകാൻ നോക്കിക്കോ, ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാച്ചാൽ രാത്രിയോട് കൂടി ഇവളെ വീട്ടിലൊക്കെ കൊടുന്ന് കയറ്റി അങ്ങനെ വീട്ടിലേക്ക് പോരാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു, അമ്മ ഇരുന്ന് പറയുന്നുണ്ട് ഡിസ്ചാർജ് ചെയ്യില്ലല്ലോ എന്തായാലും, എന്നാൽ നീ പോവാൻ നോക്കാം, അല്ല എന്നോട് പോവാൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇരുട്ടാവാൻ നിൽക്കാണ്ട് ഉണ്ണിയും കൊണ്ട് നീ പിന്നെ നാളെ ക്ലാസ് ഉണ്ട്, വ്യാഴം വെള്ളിയൊക്കെ നമ്മൾ ലീവാക്കി പോകുന്നില്ല. പിന്നെ തേജുവിന് എക്സാമും തുടങ്ങാറായി. അപ്പോൾ പിന്നെ എന്തായാലും പോവാന്നാക്കി. ഡിസ്ചാർജ് ചെയ്യില്ല എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. കാരണം ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എല്ലാതും ഒരു ജാതി പോലെയായിട്ട്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യില്ലാന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ സൈഡായിട്ടുണ്ടായിരുന്നു. വിൻചേട്ടനാണെങ്കിൽ എന്നെ എന്തൊക്കെയോ കാട്ടി ഇതാക്കുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞോടെ ഞാൻ പോവാൻ വന്നത് തന്നെയാട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ ഇവർ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചോറുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ചോറൊക്കെ വിളമ്പി തന്നു കേട്ടോ. പക്ഷെ എനിക്ക് ചോറുണ്ടാനും തോന്നുന്നില്ല, എനിക്ക് മൊത്തത്തിൽ ആ ഒരു ജാതിയായി തുടങ്ങി. അങ്ങനെ ഒരു അമ്മയും വെല്ലിമ്മയും അവരൊക്കെ ഇതായിരുന്നു ചോറുണ്ട്. അമ്മ ആരിക്ക് വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ഞങ്ങൾ യാത്ര പറയാട്ടോ. അപ്പോൾ അച്ഛൻ ഉണ്ടല്ലോ, അപ്പോൾ അച്ഛനോടും ഇതേ പോവാന്ന് പറയുന്നുണ്ട്. പിന്നെ വിഷ്ണേട്ടനും അഞ്ചും എല്ലാവരും അതേട്ടാ വീട്ടിലേക്ക് പോകും. എല്ലാവരും തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൊരു പ്ലാനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ കുറച്ച് കാര്യങ്ങൾ 2 ദിവസം കൂടി എടുക്കണമല്ലോ, നമ്മൾ 3-4 ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ഡ്രസ്സൊക്കെ എന്നാൽ കൊണ്ടുപോകണം, പിന്നെ എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ അതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒപ്പം വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷ്ണേട്ടൻ പറഞ്ഞു, എന്നാൽ വിഷ്ണേട്ടൻ കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണേട്ടനും അഞ്ചും വീട്ടിലേക്ക് പോവാം, അപ്പം അവരുടെ കൂടെ അച്ഛനും അമ്മയും അങ്ങനെ പോരും. ഞാനും വിഷ്ണേട്ടനും തേജും കൂടിയിട്ട് ഞങ്ങൾ പട്ടാമ്പിക്കും പോകട്ടാ. അപ്പം ഞങ്ങളാകെ എനിക്കും തേജും കേട്ടോ ഭയങ്കര ഇതായി തുടങ്ങിയിട്ടാ 3 ദിവസം നിന്നിട്ടേ. അപ്പം ഇതേ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാണ്ടല്ലോ, അപ്പോൾ ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോകണ്ട, കുറച്ച് ഇനി പാർസലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ഇതേ എല്ലാതും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെല്ലിമ്മയും റീനമ്മയും ആരുടെ കൂടെ ഇവിടെ നിന്നു, ഞാനും അമ്മയും അച്ഛനും ഞങ്ങളൊക്കെ ഇതേ വീട്ടിലേക്ക് പോകാൻ നോക്കാട്ടെ. അപ്പോൾ വെല്ലിമ്മ അതേ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കൊടുന്ന് വെച്ചേരാണ്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടുന്ന് നേരെ നമുക്ക് പട്ടാമ്പി പോകാമെന്നാണ്, കുറച്ചും കൂടി എളുപ്പം. കേച്ചേരിന്ന് നേരെ അങ്ങനെ കുന്നംകുളം തന്നെയല്ലേ, അങ്ങനെ കൂടി പട്ടാമ്പി പോണതാട്ടോ. പക്ഷേ എൻ്റെ കുറേ ആ തേജൂപ്പ് ഇന്നാൾ പോയപ്പോൾ കൊണ്ടുപോയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കണത്, പിന്നെ വിൻചേട്ടൻ്റെ ബാഗും അവിടെ ഇരിക്കണത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇനി എന്തായാലും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്നാൽ വീട്ടിൽ കയറിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതേ ഞങ്ങൾ 4 ആളും ഇറങ്ങിയിട്ടാ. അപ്പോൾ വിഷ്ണേട്ടനും അഞ്ചും ഉണ്ട്, അവരുടെ കൂടെ അച്ഛനും അമ്മയും കാറിൽ വരും, ഞങ്ങൾ ബൈക്കും വേട്ടാ നമ്മുടെ വണ്ടിയും മതി നമ്മൾ വീട്ടിലേക്ക് പോവേ. അപ്പോൾ ഞാനിങ്ങനെ ആദർശനോട് പറയുന്നുണ്ട് നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞൂലോ ആദർശ് ചെയ്ത്. അപ്പോൾ അമ്മ അതേ അവിടെ ചെന്ന് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാമെന്നുള്ളൊരു ഇതിൽ അമ്മയും ഇതേ കാറിൽ കയറുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഡ്രസ്സ് മാറാനോ പുറപ്പെടാനോ ഒന്നും നിന്നില്ല കേട്ടോ, ആ കൊലത്ത് തന്നെ ഇറങ്ങി നേരെ പോവുകയാണ്. പിന്നെ ആരോ കമന്റിൽ പറഞ്ഞു കുറച്ച് ദിവസം കൂടി നിൽക്കാടുന്നില്ല, ഇവരുടെ കൂടെ കുറച്ച് ദിവസം വീട്ടിൽ നിന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ വിൻചേട്ടന് വർക്കുണ്ട്, വിൻചേട്ടൻ ഡെയിലി വർക്കുള്ള ഒരാളാണ്. പിന്നെ വീക്കിലി പാലക്കാട് ഓഫീസിൽ പോവും, വിസിറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ പട്ടാമ്പി ഏരിയയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈമിൽ എനിക്ക് എത്രത്തോളം എൻ്റെ വീട്ടിൽ മാറി നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമല്ലോ. എന്നാലും ഞാൻ മുന്നത്തെ പോലെ തന്നെ കേട്ടോ. അപ്പം ഞാൻ മുന്നേ ആയാലും എൻ്റെ വീട്ടിൽ എത്രത്തോളം പോണ ആളാന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. വിൻചേട്ട ആ ക്ലോസിങ് വരുന്ന ടൈമിലാണ് ഞാൻ വീട്ടിൽ പോയി നിൽക്കാറ്. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ പോവും, അത്രേ ഞാൻ പോവാറുള്ളൂ. അത് പിന്നെ നമ്മളൊരു വീടായി മാറി താമസിച്ച് തുടങ്ങിയാൽ നമുക്ക് നമ്മുടേതായ തിരക്കുകൾ ഒരുപാട് ഉണ്ടാവും. ഇപ്പോൾ വിൻചേട്ടൻ്റെ കാര്യങ്ങൾ, തേജുവിൻ്റെ കാര്യങ്ങൾ, എൻ്റെതായ കാര്യങ്ങൾ, അതെല്ലാം കുടുംബത്തിന് ഒരു ദിവസം പോണ വഴി അറിയില്ല. എന്തായാലും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒന്ന് വീട്ടിൽ പോയി നിൽക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡ് ചിന്തിക്കുമ്പോൾ ഒരു പണിയാണ്, കാരണം ഞങ്ങളും കൂടി പോയി നിന്ന് അമ്മയ്ക്ക് അതൊരു ഇരട്ടിപ്പണി ആവും. അതങ്ങനെയാണ്, ആൾക്കാർ കൂടുന്തോറും പണി കൂടുള്ള അമ്മയ്ക്ക് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് വഴിയെ കാണാം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെ. ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.